എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടെനി. നമ്മളിന്ന് ലോ ബി പി പറ്റിയാണ് പറയുന്നത്. അതായത് ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷർ കൂടുന്ന അവസ്ഥയെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ കയറി കാണണം. ഇത് ലോ ബി പിയെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബി പിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 120/80 mmHg ആണ്. അതിലും താഴെ വരുന്ന ഒരു അവസ്ഥയാണ് ലോ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 90/60 ഒക്കെ വരുമ്പം നമ്മളത് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു റേഞ്ചിലൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ശരീരം കുറേ ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ലോ ബി പി ആണെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തലകറക്കം ഉണ്ടാകുക, പേച്ച് പോകുന്നില്ല, അതായത് നമുക്ക് ബാലൻസ് കിട്ടാത്ത പോലെ തോന്നുക, പിന്നെ ക്ഷീണം, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, പിന്നെ ഭയങ്കരമായിട്ടുള്ള ദാഹം തോന്നുക. പിന്നെ അങ്ങനെ ലോ ബി പി ഉള്ള ഒരാളുടെ ശരീരത്ത് തൊട്ടാൽ തണുപ്പുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും മറ്റൊരാൾക്ക് തൊടുമ്പം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ തൊടുമ്പോൾ ഒരു നല്ല തണുത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളവരിൽ വിളർച്ചയൊക്കെ കാണുന്നുണ്ട്. ഇതൊരു ഹൈപ്പർ ടെൻഷൻ പോലെ ഭയങ്കരമായിട്ട്, ഹൈപ്പർ ടെൻഷനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അത്രയും സീരിയസ് അല്ലെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ വേച്ച് പോവുക എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം ചിലപ്പം ചിലർ തല കറങ്ങി അങ്ങനെ വീണ് ഇഞ്ചുറിയൊക്കെ പറ്റാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇടയ്ക്ക് മനംപുരട്ടലൊക്കെ ഇങ്ങനെയുള്ളവരിൽ കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് ലോ ബി പി ഉണ്ടാകുന്നത് ചോദിച്ചാൽ കുറേ കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ അച്ഛനമ്മ അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡീഹൈഡ്രേഷൻ, നമ്മൾ അത്യാവശ്യം വെള്ളമൊന്നും കുടിച്ചില്ലെങ്കിൽ, ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നില്ലെങ്കിൽ ബി പി കുറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ ബ്ലഡ് ഒരുപാട് ലോസ് ആവും, നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ അങ്ങനെയൊക്കെ വന്ന് ബ്ലഡ് ശരീരത്തിൽ നിന്നും പോകുന്ന ഒരു അവസ്ഥ വരുന്ന അങ്ങനെ ബി പി കുറയുന്ന രീതിയുണ്ട്. പിന്നെ അലർജി, എന്തിനോടെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം ഉണ്ടാവാറുണ്ട്. പിന്നെ എൻഡോക്രൈൻ ഇഷ്യൂസ്, അതായത് ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ അങ്ങനെ വരാറുണ്ട്. തൈറോയിഡിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ ബി പി കുറയുന്ന അവസ്ഥ കാണാറുണ്ട്. പിന്നെ ലിവർ ഡിസീസ് ഒക്കെ ഉള്ളവരിലും ലോ ബി പി കണ്ടുവരാറുണ്ട്. അപ്പോൾ ലോ ബി പി ഉണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് 90/60 അടുത്തൊക്കെ വരികയാണെങ്കിൽ, അതിൽ താഴെയൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ മറ്റ് വൈറ്റൽ ഓർഗൻസിലോട്ടൊക്കെ പോകുന്ന ബ്ലഡ് സർക്കുലേഷനെ ഇത് കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇതിനെ നോർമൽ ലെവലിനോട് അടുത്തെത്തിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ കാഫ് മസിൽസിന് അത്യാവശ്യം വേണ്ട എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ്. കാഫ് മസിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹൃദയം എന്നാണ് അറിയുന്നത്. അതായത് നമ്മളുടെ കാഫ് മസിൽ നമ്മുടെ ശരീരഭാഗത്തോട്ടെല്ലാം ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. കാഫ് മസിൽസിൽ നിന്ന് അത് തിരിച്ച് പമ്പ് ചെയ്ത് പോകുന്നത്, അതായത് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റായിട്ടാണ് ഇത് പോകുന്നത്, തിരിച്ച് പമ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് കാഫ് മസിൽ നമ്മുടെ സർക്കുലേഷന് വലിയൊരു പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് സെക്കൻഡ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്നു. അപ്പം കാഫ് മസിൽസിന് വേണ്ട എക്സസൈസ് കൊടുത്ത് അതിനെ ബലപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പം കാഫ് മസിൽസിന് വേണ്ട എക്സസൈസ് കൊടുക്കുക. പിന്നെ രാത്രിയിൽ കിടക്കുമ്പം സ്റ്റോക്കിങ്സ് പോലുള്ള സാധനങ്ങൾ ഇടുന്നത് നല്ലതാണ്. പക്ഷെ അത് അധികം നേരം ഇടേണ്ട ആവശ്യമില്ല. ഒരു 2-3 മണിക്കൂർ ഇട്ടാൽ മതി. രാത്രി കിടക്കുമ്പോൾ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം പകൽ സമയത്ത് നമ്മൾ അത്യാവശ്യം വേണ്ട ആക്ടിവിറ്റീസൊക്കെ കാലിന് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ അടുത്തതായിട്ട് വേണ്ടതാണ്, നമ്മൾ എന്ത് പോസ്റ്റർ ആണെങ്കിലും, അതായത് ഇരിക്കുകയോ നിൽക്കുകയോ എന്ത് തന്നെ ചെയ്താലും അത് ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരിക്കുക. ഇടയ്ക്ക് അത്യാവശ്യം അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അതായത് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കുക, സ്ട്രെച്ച് ചെയ്യുക, അതൊക്കെ ചെയ്യുക. പിന്നെ നേരത്തെ ഡീഹൈഡ്രേഷൻ്റെ കാര്യം പറഞ്ഞു, അതുണ്ടാവാതെ നോക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ആൽക്കഹോൾ, സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് പാടെ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു നേരം കോഫി കുടിക്കുന്നത് നല്ലതാണ്. അത് അസിഡിറ്റി അങ്ങനത്തെ വേറെ അനുബന്ധ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഡെയിലി ഒരു കോഫി കുടിക്കുന്നത് ഇതിന് നല്ലതാണ്. പിന്നെ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കുക. അതിൽ ഏറ്റവും നല്ലത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിക്കുന്നതാണ്. അതായത് ക്വാണ്ടിറ്റി കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിനെ ഡിവൈഡ് ചെയ്ത്, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ 3 ദോശയാണ് കഴിക്കുന്നതെങ്കിൽ ആദ്യം 1 ദോശ കഴിക്കുക, പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 ദോശ കഴിക്കുക. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എണ്ണം കൂട്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഉറക്കം, 8 മണിക്കൂർ നമ്മൾ ഉറങ്ങേണ്ടത് ഈ ലോ ബി പിക്കാർ ചെയ്യേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 8 മണിക്കൂർ ഉറങ്ങുക. ഇങ്ങനെയുള്ളവരെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിലും നല്ലത് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ഇൻറ്റേർണലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.
ഡയറ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് ഉപയോഗിക്കണമെന്ന് പറയും, പക്ഷേ ഉപ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കൂടുതലായിട്ടിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇപ്പം നാരങ്ങ വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ അതിനകത്ത് ഒരു പിഞ്ച് ഉപ്പിടുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഞ്ഞി ഊറ്റുമ്പം കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ അതിനകത്തൊരു നുള്ളു ഉപ്പിടുക, അങ്ങനെയൊക്കെ കഴിക്കുക. അല്ലാതെ ഭക്ഷണത്തിൽ BP കൂടുതലാണെന്നും പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഉപ്പ് എക്സ്ട്രാ ഇട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇങ്ങനത്തെ പാനീയങ്ങളൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിക്കാവുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കാലിന് നീരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ ഉപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് BP കൂടാൻ സഹായിക്കും. പിന്നെ ദിവസവും നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. ഗ്രേപ്സ് നല്ലതാണ്, നന്നായിട്ട് കഴുകിയിട്ട് ഡെയിലി ഗ്രേപ്സ് കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഉണക്കമുന്തിരി ആണെങ്കിലും അത് വെള്ളത്തിൽ കുതിർത്തിട്ട് തലേദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് പിറ്റേ ദിവസം ആ വെള്ളം കൂടെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ മാതള നാരങ്ങയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അടുത്ത നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതായത് ജീരകം പൊടിക്കുക. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഒരു ഗ്ലാസ് മോരും വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അതിനകത്ത് ആവശ്യമായിട്ട് വേണ്ട ഉപ്പിട്ടിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അത് ദിവസത്തിൽ ഒരു നേരം നമുക്ക് ഒരു കണ്ടിന്യൂസ് ഒരു 7 ദിവസത്തോളം കുടിച്ചിട്ട് നമുക്ക് BP നോക്കിയാൽ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ടാണ് കറുവാപ്പട്ട. ഒന്ന് നമുക്ക് കറുവാപ്പട്ട പൊടിക്കാത്തതാണെങ്കിൽ, പട്ടയായിട്ടുള്ളതാണെങ്കിൽ വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ച് എന്നിട്ട് അത് ചെറു ചൂടോടെ കുടിക്കാം. പൊടിയാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കറുവാപ്പട്ട കലക്കി കുടിക്കാവുന്നതാണ്. അത് നമുക്ക് ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളതാണ് പാലും ഈന്തപ്പഴവും ചേർത്ത് കഴിക്കാവുന്നത്, അത് നല്ലതാണ്. പിന്നെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കാം, ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാം. അടുത്തതായിട്ട് കട്ടൻ ചായ കുടിക്കുമ്പം നമുക്ക് അത് തിളപ്പിക്കുമ്പം 2-3 ഇതൾ തുളസി ഇട്ടിട്ട് അത് തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോ BP കാരുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യമല്ല ലോ BP. ഹൈപ്പർ ടെൻഷൻ്റെ അത്രയും വലിയ പ്രശ്നമില്ല എങ്കിൽ പോലും നമ്മളിത് നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ലോ BP. അപ്പം അതിന് നമ്മൾ പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ലോ BP കൂട്ടാൻ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.